ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മച്ചീസ് കിച്ചൺ. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടില്ലേ ഒരു അടിപൊളി മാങ്ങ അച്ചാറായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് കുറേ പേര് നമ്മളോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നമുക്ക് ഉണ്ടാക്കി തരുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു അടിപൊളി മാങ്ങ അച്ചാറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അടിപൊളി മാങ്ങാച്ചാർ എങ്ങനെ ഇടുന്നത് കണ്ടാലോ? കാണാം. മാങ്ങാച്ചാറിന് വേണ്ടിയിട്ടുള്ള മാങ്ങ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞിവിടെ വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 1 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാങ്ങാച്ചാറിന് വേണ്ടിയിട്ടുള്ളത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി. നമ്മൾ 2 വലിയ വെളുത്തുള്ളികൾ എടുത്തിട്ടാണ്, അതിൻ്റെ അല്ലികളാണിത്. പിന്നെ നമ്മൾ ഒരു ചെറിയ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികളാണ്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന 2 മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒന്ന് സാധാ മുളക് പൊടിയും ഒന്ന് കാശ്മീരി മുളക് പൊടിയുമാണ്. പിന്നെ ഉലുവയുണ്ട്, ആ ഉലുവ നമുക്ക് വറക്കണം. പിന്നെ നമ്മളിവിടെ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഈ ഒരു സ്പൂണിനാട്ടോ ഏകദേശം മുളക് പൊടി എടുത്തിരിക്കുന്ന ഇതിന് 1 സ്പൂണും പിന്നെ നമ്മൾ കാശ്മീരി എടുത്തിട്ടാണ് ഇതിന് 2 സ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ കായപ്പൊടി എടുത്തിരിക്കുന്ന ഈ ഒരു സാധാരണ നമ്മളൊരു ടേബിൾ സ്പൂണല്ലേ, അതിനൊരു 2 ടീസ്പൂൺ കായപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അടിപൊളി മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മളിവിടെ പാൻ ഇവിടെ നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു സ്പൂണിന് 2 നമ്മൾ തവി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ അത് കടുക് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ. കടുകൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ആടെ ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ നമ്മളിട്ടിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മുളക് പൊടി ഇട്ടു, പിന്നെ ഇപ്പോൾ കാശ്മീരി പൗഡർ ഇടുവാണ്. ഇനി നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇടുവാണ്. മാങ്ങ അരിഞ്ഞു വെച്ചത് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു മസാല ആ മാങ്ങയിലോട്ട് ആകുന്നവരെ നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തീ ഇവിടെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ കറി പൗഡറൊക്കെ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു വീഡിയോയിൽ അങ്ങനെ കാണിക്കാറില്ല ഉപ്പെടുത്ത് വെക്കുന്നത്. നമ്മൾ എന്തായാലും കറികൾക്ക് ഉപ്പ് വേണം, അല്ലെങ്കിൽ എന്തുണ്ടാക്കിയാലും ഉപ്പ് വേണം. അപ്പോൾ അത് ചേർക്കും, നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങളത് ചേർത്താൽ മതി. ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉലുവ നമ്മൾ എടുത്തു വെച്ചിരുന്നു. അത് നമ്മളിപ്പോൾ വറുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതും പിന്നെ നമ്മുടെ കായപ്പൊടിയും ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഉലുവ ഒന്ന് പെട്ടെന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ മാങ്ങ നമ്മൾ ഒരു രീതിയിലും നമ്മളെന്താ വേവിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പച്ചമാങ്ങ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ പച്ചമാങ്ങ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്താൽ മാങ്ങ ഇട്ടപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു. ആണോ? ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്തിരുന്നു. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. കായപ്പൊടി ഇടുമ്പോഴാണ് ശരിക്കും അച്ചാറിൻ്റെ ആ ഒരു കറക്റ്റ് എന്താ പറയുക, ആ സ്മെല്ലും കാര്യങ്ങളും വരിക. അത് തന്നെയാണ് ഫ്ലേവറും അങ്ങനെ തന്നെയാണ്. അച്ചാറിൻ്റെ അത് കറക്റ്റ് ഒരു രുചി കിട്ടണമെങ്കിൽ കായപ്പൊടി മസ്റ്റാണ്. നോക്കി അടിപൊളി എന്താ പറയുക, മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ലെണ്ണയും കൂടെ അങ്ങോട്ട് തൂയി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി നാരങ്ങച്ചാർ മാങ്ങാച്ചാർ റെഡിയാവും. നല്ലെണ്ണ, ഈ നല്ലെണ്ണയെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ കാണിച്ചില്ലെന്ന് പറയരുത്. നമ്മൾ ലാസ്റ്റ് ഒഴിക്കാൻ നേരത്തെ എടുക്കാമെന്ന് ഓർത്തായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 100 ഗ്രാം നല്ലെണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മൊത്തം നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. സംഭവം കിടിലനായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്ക്, കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഈ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്, ഇത്ര അടിപൊളിയാണോ എന്നൊക്കെ ചോദിച്ച്. കാരണം അതിൻ്റെ ഒരു മണം നമുക്കിങ്ങനെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ അറിയാമല്ലോ, അത്രയ്ക്ക് നല്ല മൂക്കിലൂടെ ഇങ്ങനെ തുളച്ച് കയറുന്നതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ പറയേണ്ടി വരുന്നത്. ഇപ്പോഴും ഒരവസ്ഥയാണ്. അതുകൊണ്ട് പക്ഷേ ഞാനിപ്പോൾ ആ ഒരു സ്മെൽ അങ്ങനെയുള്ളൊരു അടിപൊളിയൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ വീണ്ടും ഒരു കമൻറ്റ് വരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ കാണുന്ന പോലെ തന്നെയാണ്, അത്രയ്ക്കും ടേസ്റ്റിയാണ്. കാരണം ഇത് ഇവിടെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. എനിക്കിപ്പോൾ രുചി നോക്കണമെന്നില്ല. ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഉമ്മ എപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കി നമുക്ക് തരാറ്. അപ്പോൾ നോക്കി, നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഒരു ചെറിയ പാത്രത്തിലായിട്ട് മാറ്റിയിട്ട് നമുക്ക് കാണിച്ചു തരാം. അച്ചാർ നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നോക്കി, നല്ല കളർഫുള്ളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് വിനാഗിരിയോ അച്ചാർ പൊടിയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ കണ്ടാണ്, നമ്മൾ നമ്മുടെ പഴയ രീതിയിലുള്ള സാധാരണ മുളക് പൊടി അല്ലെങ്കിൽ കായപ്പൊടി, ഉലുവ പൊടിച്ച് വറുത്താണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അച്ചാർ പൊടി ഉപയോഗിച്ചിട്ടില്ല, വിനാഗിരി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെന്തായാലും ഇങ്ങനെ ഒന്ന് എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ട് നമ്മളുടെ അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു അടിപൊളി രുചിക്കൂട്ടുമായിട്ട് എത്തുന്നതായിരിക്കും. ഇതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ആരൊന്നും മറക്കണ്ട കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.